കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്ത് സംഘടിപ്പിച്ചൊരു പരിപാടിയിൽ ഇന്ത്യൻ ദേശീയ ക്രിക്കറ്റ് താരം സഞ്ജു സാംസൺ പങ്കെടുത്തിരുന്നു. ഇന്ത്യൻ ടീമിലേക്കുള്ള തന്റെ യാത്രയ്ക്ക് എല്ലാ പിന്തുണയും പ്രചോദനവും നൽകിയ സ്വന്തം നാട്ടുകാർക്ക് സഞ്ജു നന്ദി പറഞ്ഞു. കളിച്ചു വളർന്ന തിരുവനന്തപുരം വിഴിഞ്ഞത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചപ്പോഴാണ് സഞ്ജുവിന്റെ ഈ തുറന്നു പറച്ചിൽ. വലുതായിട്ടൊക്കെ സംസാരിച്ചു വരുന്നതേയുള്ളൂ, കുഴപ്പമില്ല, സ്പീച്ചൊക്കെ നന്നായി വരുന്നുണ്ടല്ലോ എന്ന് ഇടയ്ക്ക് തമാശയായി തന്നെ സഞ്ജു പറയുകയും ചെയ്തു. ചെറിയ പ്രായത്തിൽ അച്ഛനും അമ്മയും എന്നെയും ചേട്ടനെയും കളിപ്പിക്കാൻ കൊണ്ടുവന്നിരുന്ന സ്ഥലമായിരുന്നു ഇത്. വിഴിഞ്ഞം മുതൽ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ട് വരെ അച്ഛനും അമ്മയും ഞങ്ങളെ കൊണ്ടുപോകുമായിരുന്നു. ചില ദിവസങ്ങളിൽ കോട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് വിഴിഞ്ഞം ബസ് സ്റ്റാൻഡ് വരെ ഞാനും ചേട്ടനും വലിയ ബാഗെല്ലാം തൂക്കി നടന്നു പോകാറുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വഴിയിൽ കണ്ടിരുന്ന പല ചേട്ടന്മാരുടെ മുഖവും എനിക്കിവിടെ കാണാം. അന്ന് നിന്നെ കൊണ്ട് പറ്റുമട, നീ ഒരിക്കൽ ഇന്ത്യക്കായി കളിക്കും എന്ന് പറഞ്ഞ് പിന്തുണ നൽകിയ എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. എടുത്തു പറയേണ്ടത് ഇവിടുത്തെ ഓട്ടോ ചേട്ടന്മാരെ കുറിച്ചാണ്. വലിയ ബാഗുമായി നടന്നു പോയിരുന്ന സമയത്ത് നീ കയറിക്കോ, ബസ് സ്റ്റാൻഡിൽ കൊണ്ടുപോയി വിടാം എന്ന് പറഞ്ഞ കുറെ ചേട്ടന്മാരുണ്ട്. അതിൽ വലിയ സന്തോഷം. കഴിഞ്ഞ ദിവസം അച്ഛൻ വിളിച്ചിരുന്നു, ഒരു പരിപാടിയുണ്ട്, നീ എത്തിയിരിക്കണം എന്നാണ് പറഞ്ഞത്. ഇന്ത്യൻ ക്യാമ്പല്ല, എന്താണെങ്കിലും ഒരു ദിവസം നീ വിഴിഞ്ഞങ്കാർക്കായി മാറ്റിവെക്കണം എന്നാണ് അച്ഛൻ എന്നോട് പറഞ്ഞത്. ഇത്രയും സ്നേഹവും പിന്തുണയും എനിക്കും എൻ്റെ കുടുംബത്തിനും നൽകുന്ന എല്ലാവരോടും നന്ദി പറയുന്നു. ഇവിടെ കുറെ കായിക താരങ്ങളെയും കുട്ടികളെയും എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവരോട് എനിക്കൊരു കാര്യമാണ് പറയാനുള്ളത്. നമ്മുടെ മനസ്സിൽ നമുക്കൊരു ആഗ്രഹമുണ്ട്, സ്വപ്നമുണ്ട്. അത് നേടിയെടുക്കാനുള്ള ആത്മവിശ്വാസവും അച്ചടക്കവും കാട്ടാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ എന്തും നമുക്ക് നേടാൻ സാധിക്കും. നമുക്ക് പിന്നെ ഈ ഏരിയയിൽ ഉള്ളവർക്ക് കുറച്ച് എക്സ്ട്രാ കോൺഫിഡൻസും പവറും ഒക്കെ ഉണ്ട്. അതൊക്കെ ഈ ലോകത്തെ അറിയിക്കണം. ലോകം അറിയുന്ന ഒരുപാട് ആളുകൾ ഇവിടെ നിന്ന് വളർന്നു വരട്ടെ എന്നാണ് ആഗ്രഹം. ഇതാണ് സഞ്ജു തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞത്. അതേപോലെ കഴിഞ്ഞ ദിവസം ചില മീഡിയകളിൽ വന്നൊരു വാർത്തയാണ് ക്രിക്കറ്റ് താരം സഞ്ജു സാംസണെ നിയമസഭാ ഇലക്ഷനിൽ തിരുവനന്തപുരം സീറ്റിൽ മത്സരിപ്പിക്കാൻ BJP ചില നീക്കങ്ങൾ നടത്തുന്നു എന്നത്. തലസ്ഥാന നഗരം ഉൾപ്പെടുന്ന തിരുവനന്തപുരം സെൻട്രൽ സീറ്റിൽ നാട്ടുകാരൻ കൂടിയായ സഞ്ജുവിനെ ജയിപ്പിക്കാൻ കഴിയുമെന്നാണ് BJPയുടെ വിലയിരുത്തൽ എന്നൊക്കെയാണ് ആ റിപ്പോർട്ടുകൾ. തിരുവനന്തപുരം സീറ്റിൽ പരിഗണിച്ചിരുന്ന ചെങ്കൽ രാജശേഖരനേക്കാൾ ജയസാധ്യത സഞ്ജുവിന് ഉണ്ടെന്ന് BJP സംസ്ഥാന നേതൃത്വം കരുതുന്നു. സ്ഥാനാർത്ഥിയാകുന്നതിനെക്കുറിച്ച് സഞ്ജുവുമായി പ്രാരംഭ ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന രീതിയിലാണ് ഈ വാർത്തകളൊക്കെ പ്രചരിച്ചത്. എന്നാൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ മലയാളി താരം സഞ്ജു സാംസൺ BJP സ്ഥാനാർത്ഥിയാകുമെന്ന വാർത്തകളോട് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പ്രതികരണം അറിയിച്ചിരുന്നു. സഞ്ജു സാംസണിന്റെ സ്ഥാനാർത്ഥിത്വം തനിക്ക് അറിയില്ല എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. എനിക്കറിയില്ല, ആരും എന്നോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. നേരത്തെ മുൻ ക്രിക്കറ്റ് താരം ശ്രീശാന്ത് BJPക്കായി ഇലക്ഷനിൽ മത്സരിക്കാൻ ഇറങ്ങിയിരുന്നു. അത് അദ്ദേഹത്തിന്റെ കരിയർ ഒക്കെ ഏതാണ്ട് അവസാനിച്ചു എന്ന് ഉറപ്പാക്കിയ അവസരത്തിലായിരുന്നു. 2013 ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഒത്തുകളി ആരോപിച്ച് മുൻ ഇന്ത്യൻ ഫാസ്റ്റ് ബോളർ ശ്രീശാന്ത് അറസ്റ്റിലാകുന്നത്. പിന്നീട് അദ്ദേഹം BJPയിൽ ചേരുകയായിരുന്നു. എന്തായാലും സഞ്ജുവിന് ഇപ്പോൾ ഇന്ത്യൻ ടീമിൽ സ്ഥാനമുണ്ട്. T20 ലോകകപ്പിൽ കളിക്കുന്ന ടീമിലും ന്യൂസിലൻഡിനെതിരെ നടക്കുന്ന പരമ്പരയിലും സഞ്ജു സാംസൺ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇലക്ഷനും BJPയിൽ ചേരലും എല്ലാം വ്യാജ വാർത്തകളായിരിക്കാൻ തന്നെയാണ് സാധ്യത.